ഹായ് എവരി വൺ. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫിഷ് ഫ്രൈ റെസിപ്പി ഞാനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നമ്മൾ മീൻ കറിയിൽ നിന്ന് എടുത്ത് വറുത്ത മീൻ പോലെ ഉണ്ടായിരുന്നു. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കേട്ടോ. എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നന്നായി ഇളക്കി കൊടുത്തു. തീ ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചെയ്ത് കൊടുത്തത്. തീ കത്തിച്ചിട്ടാണെങ്കിൽ ഇത് കരിഞ്ഞു പോകും എളുപ്പം. പിന്നെ ഇതിലോട്ട് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റും ഇഞ്ചി പേസ്റ്റും കൂടിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അതും ഒന്ന് നന്നായി ഇളക്കി കൊടുത്തേ. പിന്നെ ഈ ടൈമിൽ ഞാൻ തീയൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതൊന്ന് പച്ചച്ചോയ മാറി വന്നപ്പോൾ ഒരു ചെറിയ നെല്ലിക്കേൻ്റെ വലിപ്പത്തിലുള്ള ഒരു വാളംപുളി എടുത്തിട്ട് പിഴിഞ്ഞിട്ട് നല്ല കട്ടിക്ക് പിഴിഞ്ഞിട്ട് അതിൻ്റെ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. എന്നിട്ട് ആ ഗ്രേവി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. പിന്നെ എല്ലാവരും ഇത് മത്തി വെച്ചിട്ടാണ് ചെയ്യുന്നത് കണ്ടത്. പക്ഷേ എനിക്ക് മത്തി കിട്ടാത്തതുകൊണ്ട് ഞാൻ നമ്മുടെ ചൂരമീൻ ഉണ്ടല്ലോ, ആ മീൻ വെച്ചാണ് ഈ ചെയ്തത്. എന്നിട്ട് ഞാനിതിലേക്ക് ഓരോ പീസായിട്ട് എടുത്ത് വെച്ച് കൊടുത്തു കേട്ടോ. ഒരു 8-9 പീസ് ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഞാനിതിൽ പരത്തി വെച്ച് കൊടുത്തേ. എനിക്ക് തോന്നുന്നു മത്തി വെച്ചിട്ടാണെങ്കിൽ ഇത് ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടാവും. മത്തിയാവുമ്പോൾ മത്തിയുടെ ആ മണമൊക്കെ ഉണ്ടല്ലോ, മത്തി ഇഷ്ടമുള്ളവർക്ക് കേട്ടോ, ആ സ്മെല്ലൊക്കെ ഇഷ്ടമുള്ളവർക്ക് മത്തിയാവും കൂടുതൽ ഇഷ്ടമേ. പിന്നെ അതിൻ്റെ ഒരു വശം മൊരിഞ്ഞ് വന്നപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ അപ്പുറത്തെ വശത്തിനുള്ള മസാലയും കൂടി ഇതിലുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇതിന് അപാര സ്മെല്ലായിരുന്നു കേട്ടോ. നല്ല മണം ഉണ്ടായിരുന്നേ, കൊതിയാവണ മണമായിരുന്നേ. അങ്ങനെ ഞാനിത് 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തു കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബൈ.